ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം നോക്കാം. വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാസ നിമീലിതേക്ഷണഃ അനന്തമാരോപയദംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്ജുധി. ഇനി നമുക്ക് അതിലെ അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ മായയ്ക്ക് അതീതനായ ആ ഉണ്ണിയെ തൻ്റെ മായ കാട്ടി ഭ്രമിപ്പിക്കാനൊന്നോണം എത്തിയ ആ പൂതന ഭഗവാന്റെ സമീപം എത്തിച്ചേരുന്നത് വരെയായിരുന്നു കണ്ടത്. ഇനി ഈ ശ്ലോകത്തിലാണ് ആ പരമാനന്ദ സ്വരൂപനെ തൻ്റെ മടിത്തട്ടിൽ വെക്കാനുള്ള ഭാഗ്യം ആ പൂതനയ്ക്ക് കിട്ടിയതായിട്ട് ഇവിടെ വ്യാസഭഗവാൻ നമുക്ക് പറയുന്നത്. നമുക്ക് നോക്കാം ശ്ലോകം. വിബുദ്ധ്യ എന്നാൽ എല്ലാം വേണ്ട വിധത്തിൽ നന്നായിട്ടെല്ലാം ധരിച്ചിട്ട് അറിഞ്ഞിട്ട്, താം എന്ന് പറഞ്ഞാൽ ആ വന്നിരിക്കുന്ന ആരാണോ അവരെ അല്ലെങ്കിൽ ആ പൂതനയെ ആരാണെന്ന് നന്നായിട്ട് ധരിച്ചിട്ട്. കാരണം ഇവിടെ പറയുന്നു ബാലകമാരികാഗ്രഹം. ബാലകൻ എന്ന് പറഞ്ഞാൽ ഉണ്ണികൾ, മാരിക കൊല്ലുന്നവൾ. അപ്പോൾ ഈ വീടാന്തരം നടന്ന് ഉണ്ണികളെ കൊല്ലുക എന്ന ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ഈ പൂതന എന്ന സ്ത്രീയെ അവൾ ആരാണ് എന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് ആ ഉണ്ണി നന്നായി ധരിച്ചിരിക്കുന്നു. എന്നിട്ട് ചരാചരാത്മാസ, ഇവിടെ ചരാചരാത്മാ ആസ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചരാചരാത്മാസ. ചരാചരാത്മ എന്ന് പറഞ്ഞാൽ എല്ലാ ചരങ്ങളിലും അചരങ്ങളിലും ആത്മാവായി വർത്തിക്കുന്നവൻ. സർവ സൃഷ്ടികളിലും, അത് ചരമായിക്കോട്ടെ ചരിക്കുന്നതായിക്കോട്ടെ, സ്വയമേവ ചലിക്കാൻ കഴിവുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള, ഇനിയും എങ്ങനെ ചരിച്ചാലും ചരിക്കുന്നവയും അഥവാ ചലിക്കുന്നവയും ചലിക്കാൻ കഴിയാത്തവയുമായിട്ടുള്ള, നമ്മളൊരു മേശയുണ്ടാക്കുന്നു, ഒരു കസേരയുണ്ടാക്കുന്നു, ഒരു കല്ല് അത് പ്രകൃതിയെ ഉണ്ടാകുന്നു, ഇവയൊന്നും സ്വയമേവ ചലിക്കുന്നതല്ല. അതിന് ബാഹ്യമായ ഒരു ശക്തി അതിൽ വരുമ്പോഴാണ് അതിന് ചലനമുണ്ടാകുന്നത്. എന്നാൽ മനുഷ്യനാകട്ടെ അതിന് സ്വയമേവ ചലനശക്തിയുണ്ട്. മനുഷ്യനും മറ്റു മൃഗങ്ങൾക്കും ഒക്കെ തന്നെ. ഇനി സസ്യങ്ങളെ നോക്കിയാൽ അതൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ വളർച്ച ഒരു തരത്തിലുള്ള ചലനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളർച്ചയിലൂടെ അതിന് മാറ്റം വരുന്നുണ്ട്, അതിൻ്റെ ഘടനയ്ക്കും ഒക്കെ മാറ്റം വരുന്നുണ്ട്. എന്നാൽ ഒരു മേശയോ ഒരു കസേരയോ ഒരു കല്ലോ ഇതിനൊന്നും തന്നെയും സ്വയമേവ ഒരു മാറ്റം വരുന്നില്ല, ബാഹ്യമായി എന്തെങ്കിലും ഒരു ശക്തി അതിൽ പ്രയോഗിക്കാത്തിടത്തോളം. അപ്പോൾ രണ്ടിലായാലും ആ സൃഷ്ടിക്കപ്പെട്ടവരുടെയൊക്കെയും ആത്മാവായി വിലസുന്ന ആസ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന, സർവചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മാവായി വിലസുന്ന, അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാൻ, ആ പൊന്നുണ്ണിക്കണ്ണൻ നിമീലിതേക്ഷണഃ. നിമീലിത ഈക്ഷണഃ എന്ന് പറഞ്ഞാൽ തൻ്റെ കണ്ണുകളെ നിമീലിത അങ്ങ് അടച്ചു കളഞ്ഞു. ഇവിടെ ഭഗവാൻ ആ കണ്ണുകൾ അടച്ചതിനെ പല തരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് ആചാര്യന്മാർ. അതായത് എല്ലാ വീടാന്തരം നടന്ന് ഉണ്ണികളെയൊക്കെ കൊല്ലുന്ന ഈ ദുഷ്ടയായ ഈ സ്ത്രീയെ എനിക്ക് കാണുകയേ വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പൊന്നുണ്ണിക്കണ്ണൻ കണ്ണടച്ചതെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. അതേസമയം ചില ആചാര്യന്മാർ പറയാറുണ്ട്, മഹായോഗികളൊക്കെ എത്രയോ കാലങ്ങൾ തപസ്സിരുന്നതിന് ശേഷമാണ് ആ മനോഹരമായ ദൃഷ്ടി അവരിലൊന്ന് പതിയുന്നത്. അങ്ങനെയുള്ള ആ മനോഹരമായ കണ്ണുകളെ കാണാനുള്ള ഭാഗ്യം പൂതനയ്ക്കില്ലാത്തത് കൊണ്ട് തന്നെ, പൂതന ആയതുകൊണ്ട് തന്നെ, പരിശുദ്ധ അല്ലാത്തത് കൊണ്ട് തന്നെ ആ കണ്ണുകളുടെ ഭംഗി ഈ പൂതന കാണണ്ട എന്ന് ഉണ്ണിക്കണ്ണൻ തീരുമാനിച്ചിട്ടുണ്ടാകാം. ഇനി അതുമല്ലെങ്കിൽ മായ കാട്ടി ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ പൂതനയെ
മറ്റൊരു മായ കൊണ്ടൊന്ന് പറ്റിക്കാമെന്ന് ആ പൊന്നുണ്ണിക്കണ്ണൻ നിശ്ചയിച്ചിട്ടുണ്ടാകും. താൻ ഉറക്കമാണെന്ന് ധരിച്ചോട്ടെ എന്ന് ഒരു പക്ഷെ പൂതന ക്ഷമിക്കണം, ഭഗവാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടാവാം എന്നും പറയാറുണ്ട്. എന്തായാലും ഭഗവാൻ എന്ത് വിചാരിച്ചിട്ടാവുമോ അറിയില്ല, ഭഗവാൻ കണ്ണുകൾ അങ്ങനെ അങ്ങ് അടച്ചു. അപ്പോൾ അനന്തമാരോപയതംഗമന്തകം, ഇവിടെ അനന്തം ആരോപയത അംഗം അന്തകം, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് അനന്തമാരോപയതംഗമന്തകം. അനന്തം എന്ന് പറഞ്ഞാൽ യാതൊരു മറയുമില്ലാത്തത് എന്നൊരർത്ഥം എടുക്കാം. കാരണം അനന്തമായിട്ടുള്ളതാണ്. അനന്തമായ ഒന്നിനെ മറയ്ക്കുക ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തിനെങ്കിലും ഒന്ന് മറയ്ക്കണമെങ്കിൽ ആ മറയ്ക്കപ്പെടുന്ന വസ്തുവിന് പരിമിതി ഉണ്ടാവണം. ഇവിടെ ആദ്യം അന്തവും ഇല്ലാത്ത ഒന്ന്, അനന്തമായിട്ടൊന്ന് ഉള്ള ഒന്നായതുകൊണ്ട് തന്നെ ആ പൊന്നുണ്ണിക്കണ്ണൻ അപരിച്ഛിന്നനാണ്, അതിനെ മറയ്ക്കാനാവുന്നതല്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ ആരോപയത എന്ന് പറഞ്ഞാൽ എടുത്തു വെക്കുക, എടുത്തു വെച്ചു. അങ്ങനെയുള്ള ആ ഉണ്ണിക്കണ്ണനെ അങ്ങോട്ട് എടുത്തു വെച്ചു. എവിടെ? അംഗം, തൻ്റെ മടിത്തട്ടിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു. അന്തകം, ആ ഉണ്ണിക്ക് വേറൊരു വിശേഷണം കൂടി ഇവിടെ വ്യാസഭഗവാൻ പറയുകയാണ്. അന്തകം, സർവ പാപങ്ങളുടെയും അന്തകനായിട്ടുള്ള, അതുമല്ലെങ്കിൽ സർവചരാചരങ്ങളുടെയും അന്തകനായിട്ടുള്ള. കാരണം ഇതെല്ലാം ഒടുവിൽ ലയിക്കുന്നതും ആ ഭഗവാനിലാണ്. അപ്പോൾ എല്ലാ സൃഷ്ടികളുടെയും എല്ലാ ചരാചരങ്ങളുടെയും തുടക്കവും ഒടുക്കവും ഒന്നിൽ തന്നെയാണ്. ഏതൊരു ഭഗവാനിൽ നിന്നാണോ നമ്മളാകുന്ന എല്ലാ ചരാചരങ്ങളും പുറപ്പെട്ടത്, ഇവയെല്ലാം പിന്നീട് പോയി ലയിക്കുന്നതും അതേ ഭഗവാനിലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ അന്തകനായി വർത്തിക്കുന്നതും ഭഗവാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ, പാപങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്ന ഭഗവാൻ, പാപസ്വരൂപിണിയായിട്ട് ഇപ്പോൾ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആ പൂതനയുടെ അന്തകനായി മാറാൻ പോകുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ, ആ പൊന്നുണ്ണിക്കണ്ണനെയാണ് ഇപ്പോൾ ആ പൂതന വന്ന് തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു. ഏതൊരു ഭഗവാനെയാണോ തൻ്റെ മായ കൊണ്ട് മറയ്ക്കാനാകാത്തത്, സർവചരാചരങ്ങളിലും ഇരുന്നു കൊണ്ട് സർവ്വതിന് സാക്ഷിയായി വർത്തിക്കുന്ന ആ ഭഗവാൻ, ഈ പൂതനയുടെ ഉള്ളിലിരുന്നു കൊണ്ടും പൂതനയുടെ വിചാരങ്ങളെ നന്നായി അറിയുന്ന ആ ഭഗവാൻ, കണ്ണുകളടച്ച് തൻ്റെ മായ കൊണ്ട് ആ മായ കാട്ടി വന്ന പൂതനയെ മോഹിപ്പിച്ച ഭഗവാൻ, അഥവാ കബളിപ്പിച്ച ഭഗവാൻ, മായയ്ക്ക് അതീതനായ ഭഗവാൻ, ഈ ഉണ്ണി ഉറങ്ങുകയാണ് എന്ന് ധരിച്ചുകൊണ്ട് ആ ഉണ്ണിയെ എളുപ്പം പൂതനയെടുത്ത് തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു. എപ്രകാരം എന്ന് വെച്ചാൽ യഥോരകം സുപ്തമബുദ്ധിരജ്ജുധീഹി. യഥോരകം, യഥ ഉരകമാണ് യഥോരകം. യഥ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ ഉരകം, ഉരകം എന്നാൽ സർപ്പം, ഒരു സർപ്പത്തെ സുപ്തമബുദ്ധിരജ്ജുധീഹി. സുപ്തം എന്ന് പറഞ്ഞാൽ സുഷുപ്തി, നമുക്കറിയാം ഉറക്കം. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സർപ്പത്തെ അബുദ്ധിരജ്ജുധീഹി, സുപ്തം അബുദ്ധിരജ്ജുധീഹി. ഇവിടെ സുപ്തം, അബുദ്ധി, രജ്ജുധി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സുപ്തമബുദ്ധിരജ്ജുധി. അബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലായ്മയല്ല, മറിച്ച് എല്ലാത്തിനെയും വിപരീതമായ ദൃഷ്ടിയിലൂടെ കാണുന്ന, എന്താണോ സത്യമായിട്ടുള്ളത് അതിനെ അതേപടി അംഗീകരിക്കാൻ കഴിയാതെ അതിനെയൊക്കെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് തൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് വളച്ചൊടിച്ച് കാണുക, അതാണ് അബുദ്ധി. ഇവിടെയും ഭഗവാൻ എന്ന സത്യത്തെ തൻ്റെ മായ കൊണ്ട് തോൽപ്പിക്കാനാവില്ല എന്ന് ഒരു പക്ഷേ പൂതനയുടെ നല്ല ബുദ്ധി പറയുന്നുണ്ടാവാം. പക്ഷേ അതിനെ അംഗീകരിക്കാൻ പൂതനയുടെ ഈ കുബുദ്ധി അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ പൂതന തൻ്റെ മായ കൊണ്ട് ഉണ്ണിയെ ഒന്ന്
കബളിപ്പിച്ച് കൊല്ലാമെന്ന് ധരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ വിപരീത ബുദ്ധിയോടുകൂടിയ ആ പൂതന എപ്രകാരമാണോ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഉരകത്തെ, ഒരു സർപ്പത്തെ രജ്ജുധീഹി, ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി, രജ്ജു എന്ന് പറഞ്ഞാൽ കയറ്, ഒരു കയറാണെന്ന് വിചാരിച്ച് ഈ ഉറങ്ങിക്കിടക്കുന്ന പാമ്പിനെ എടുത്ത് തൻ്റെ മടിയിലെടുത്ത് വയ്ക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം ഈ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ കണ്ണടച്ച് കിടക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ എടുത്ത് തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് വെച്ചു. എങ്ങനെ? തൻ്റെ ഘാതകനായിട്ടുള്ള, തൻ്റെ അന്തകനായിട്ടുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ, ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തത്വത്തെ, ശരിയായ തത്വത്തെ ശരിയായി ഗ്രഹിക്കാതെ വിപരീത ബുദ്ധിയുമായി നടക്കുന്ന പൂതന തൻ്റെ മടിയിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചു ആ പൊന്നുണ്ണിക്കണ്ണനെ. ഒരു തരത്തിൽ പൂതനയ്ക്ക് കിട്ടിയ മഹാഭാഗ്യം തന്നെയാണ് ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് മടിയിലെടുത്ത് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഒരു പക്ഷേ കാലാകാലങ്ങളോളം, യുഗങ്ങളോളം തപസ് ചെയ്യുന്ന യോഗീശ്വരന്മാർക്ക് പോലും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് ഇവിടെ പൂതനയ്ക്ക് കിട്ടിയത്. തന്നെ അങ്ങോട്ട് സ്വന്തമാക്കണം എന്ന് ധരിച്ചു വന്ന പൂതനയ്ക്ക് ഭഗവാൻ ഒരു അനുഗ്രഹം കൊടുക്കുകയായിരുന്നു, തന്നിലേക്ക് ചേർത്ത് തൻ്റെ സ്വന്തമാക്കുക എന്ന്. തന്നെ കാക്ഷിക്കുന്നവർക്കൊക്കെ ഭഗവാൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ് അവരെ തന്നിലേക്ക് ചേർക്കുക എന്നുള്ളത്. നമ്മളെയുമൊക്കെ അങ്ങനെയാണ് ഭഗവാൻ. നമ്മളൊക്കെ ഭഗവാനെ കിട്ടണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു പോകുമ്പോൾ ഭഗവാൻ ആ പാദങ്ങളിൽ നമ്മളെ അങ്ങോട്ട് ഉറപ്പിച്ചു നിർത്തും, തന്നോട് ചേർത്ത് നിർത്തുന്നത് പോലെ. കുചേലനെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തി ആലിംഗനം ചെയ്ത ഭഗവാൻ തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടില്ല, തന്നോട് അങ്ങോട്ട് ചേർത്ത് നിർത്തും. ഇവിടെ ഈ പൂതനയും ഭഗവാനെ തേടി വന്നു. ഭഗവാനെ അങ്ങോട്ട് ഇല്ലാതെയാക്കാൻ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തൻ്റെ കഴിവുകൊണ്ട് ഭഗവാനെ ഇങ്ങോട്ട് എടുക്കാൻ. പക്ഷെ ഭഗവാനാകട്ടെ ഈ പൂതനയുടെ മായയും ദുഷ്ടവിചാരങ്ങളെയും എല്ലാം നന്നായി അറിയുന്ന ഭഗവാൻ, അതിനും ഹേതുഭൂതനായിരിക്കുന്ന, സാക്ഷിയായിരിക്കുന്ന ആ ഭഗവാൻ പൂതനയെ അങ്ങോട്ട് ഇല്ലാതെയാക്കി, തന്നെ ഇല്ലാതെയാക്കാൻ വന്ന പൂതനയെ ഇല്ലാതെയാക്കി തന്നോട് ചേർത്തതുപോലെ ഭഗവാൻ ഈ ജന്മത്തിലും ഈ ഒരു അവതാരത്തിലും ആദ്യത്തെ സ്ത്രീവധം അല്ലെങ്കിൽ ആദ്യത്തെ വധം ചെയ്തുകൊണ്ട് ആ പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്ന ലീല, ഇതാ അതിന് നാന്ദി കുറിച്ചിരിക്കുന്നത് പൂതന തന്നെയാണ്. ദീപം കാണുമ്പോൾ ആ ദീപത്തിൻ്റെ സമീപത്തേക്ക് കാലമെത്തിയ കുഞ്ഞു പ്രാണികൾ പറന്നെടുക്കുന്നത് പോലെ ആ മഹത്വത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ ഭഗവാൻ എന്താണ് എന്ന് നന്നായി മനസ്സിലാക്കാതെ ഭഗവാനിലേക്ക് അണഞ്ഞ ആ പൂതനയും ആ ഭഗവാനാകുന്ന അഗ്നികുണ്ഡത്തിൽ ചിറകുകൾ കരിഞ്ഞു വീഴാൻ പോവുകയാണ്. അതിന് പറന്നെത്തിയതാണ്. അതുകൊണ്ടാണ് ആകാശചാരിയായി വന്നത്. പറന്നെത്തിയതാണ്. തൻ്റെ സമയം അടുത്തിരിക്കുന്നു ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ. അവസാന നിമിഷമെങ്കിലും ആ ഭഗവാനെ ഒന്ന് തന്നോട് ചേർക്കണമെന്ന് പൂതനയ്ക്കൊരു മോഹമുണ്ടായി. ഏതോ ജന്മത്തെ ഒരു സുകൃതം. സാധാരണ ആചാര്യന്മാർ പറയാറുണ്ട്, നല്ല പ്രായം മുതലേ ഭഗവാനെ സ്മരിച്ചും ജപിച്ചും ഒക്കെ തുടങ്ങിയാലേ അവസാന കാലത്തും ഭഗവാനെ സ്മരിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. കാരണം അന്ധകാലേ നാരായണ സ്മൃതി എന്നാണ് ആചാര്യന്മാർ പറയുക. അവസാന കാലത്ത് ആ ഭഗവാനെ സ്മരിക്കണം. പക്ഷേ ഇത് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്ന പൂതനയല്ല. എന്നിട്ടും അവസാനത്തെ കുറച്ച് നാളുകൾ ആ ഭഗവാനെ തന്നെ തേടി അലയുകയായിരുന്നു ഈ പൂതന. ഒടുവിൽ ഭഗവാൻ തൻ്റെ അടുത്ത് തന്നെ എത്തി. ഓടിയണഞ്ഞ ആ പൂതനയെ തന്നിലേക്ക് തന്നെ ചേർത്തുകൊണ്ട് ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ ആ കൃപാകടാക്ഷം ഉൾക്കണ്ണുകൊണ്ട് ഭഗവാൻ ആ കൃപ ചൊരിയുകയായിരുന്നു പൂതനയിൽ. ബാഹ്യമായ ചക്ഷുസ്സുകൾ അടയ്ക്കുമ്പോഴും ഉൾക്കണ്ണിൽ കാരുണ്യം തുളുമ്പി വഴുതി വീഴുകയായിരുന്നു ആ പൂതനയിലേക്ക്. മഹാഭാഗ്യവതിയാണെന്നേ പറയേണ്ടൂ പൂതന. അവസാനം
തേടി അലഞ്ഞ് നടന്ന് ഭഗവാനെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മളിലുമൊക്കെ പലതരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. ഭഗവാൻ നമ്മുടെ ആ തെറ്റുകുറ്റങ്ങളെ ഇല്ലാതെയാക്കി ഭഗവത് പാദങ്ങളിലേക്ക് ചേർക്കട്ടെ. അതിനുള്ള കാരുണ്യം ഭഗവാനെ അവിടുന്ന് ചൊരിയണമേ എന്ന് ഭഗവാനോട് തന്നെ അപേക്ഷിക്കുക. ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിലേ അതും നടക്കൂ. അത് സർവ്വചരാചരങ്ങൾക്കും അങ്ങനെയാണ്. എല്ലാ ചരാചരങ്ങളിലും ആ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ്. ആ ചൈതന്യം എപ്പോഴാണോ അത് പൂർണ്ണമായി ശോഭിക്കുന്നത്, അത് തെളിഞ്ഞു നിൽക്കുന്നത്, അപ്പോഴാണ് സർവചരാചരങ്ങളിലും ആ ഒരു മഹത്വമേറുന്നത്. ഒരിക്കലൊരു ആചാര്യൻ പറഞ്ഞ കഥയാണ് ഓർമ്മ വരുന്നത്. ഒരിടത്ത് നമ്മുടെ വഴിയിലൊക്കെ കാണുന്ന പോലെ നാഴികക്കല്ല് നാട്ടിയിരുന്നു. നമുക്കറിയാം അല്ലേ, ഇത്ര ദൂരേക്ക് പോകാൻ ഇത്ര കിലോമീറ്റർ എന്നൊക്കെ എഴുതി വയ്ക്കുന്ന നാഴികക്കല്ല്. ഒരു വഴിയാത്രക്കാരൻ അതുവഴി വന്ന് ക്ഷീണിച്ച് തളർന്ന് അവിടെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു കുന്ന് കണ്ടത്. ഒരു കൗതുകത്തിന് ആ കുന്നിൻ മുകളിലേക്ക് ഏറിപ്പോയപ്പോൾ അവിടെയുണ്ട് ഇതേപോലൊരു ശില. പക്ഷെ ആ ശിലയ്ക്ക് രൂപം മാറ്റം വന്നിട്ടുണ്ട്. അതൊരു കൃഷ്ണ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. ആരോ കൊത്തിയെടുത്ത ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമായിരുന്നു അത്. ഒരു ചെറിയൊരു ക്ഷേത്രവും അവിടെ കാണായി. അങ്ങനെ ഈ വഴിപോക്കൻ ആ വിഗ്രഹത്തെ കൺകുളിർക്കെ കണ്ടു. മനസ്സിലേക്ക് ആ രൂപത്തെ ആവാഹിച്ചെടുത്ത് കുറേ സമയം അവിടെ ചിലവഴിച്ചു ആ ഭഗവാന്റെ സമീപം. എന്നിട്ട് തിരികെ മടങ്ങിപ്പോയി. വീണ്ടും വന്നു. അടുത്ത ദിവസവും വീണ്ടും വന്നു. അങ്ങനെ എല്ലാ ദിവസവും ഇതൊരു പതിവായി. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞറിഞ്ഞ ധാരാളം ജനങ്ങൾ വരാൻ തുടങ്ങി ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ. ഈ നാഴികക്കല്ല് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു ദിവസം നാഴികക്കല്ലിനൊരു സംശയം. ഞാനും ശിലയാണ്, അതും ശിലയാണ്, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ കാണാൻ ആരും വരാത്തത്? അതേസമയം മുകളിലിരിക്കുന്ന ആ ക്ഷേത്രത്തിലിരിക്കുന്ന ശിലയെ കാണാൻ എല്ലാവരും പോകുന്നത്. അവിടെ ഒരു മറുപടി എന്നോണം, ഒരു ശില്പിയുടെ മറുപടി എന്നോണം പറയുകയുണ്ടായി. ഈ ശിലയെ ആണത്രേ ആദ്യം കൊത്തി ചെത്തിമിനുക്കി അതിനെ ഒരു വിഗ്രഹമാക്കി മാറ്റാൻ ആ ശില്പി നോക്കിയത്. എന്നാൽ ആ ശില വഴങ്ങാത്തത് കൊണ്ട് അതിനെ വിട്ടിട്ട് മറ്റൊരു ശിലയിലാണ് ആ വിഗ്രഹം കൊത്തിയെടുത്തത് അത്രേ. സ്വയം മാറ്റത്തിന് വിധേയനാകാൻ നിന്നുകൊടുത്തപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ശ്രീകൃഷ്ണ ചൈതന്യം പൂർണ്ണതയിൽ അത് ശോഭിക്കാൻ തുടങ്ങി. അതൊരു ശ്രീകൃഷ്ണ വിഗ്രഹമായി മാറി. ആവശ്യമില്ലാത്ത എല്ലാ ഭാഗങ്ങളും, അധികമായി ആ ശില്പത്തോട് ചേർന്നിരുന്ന എല്ലാ ഭാഗങ്ങളും ചെത്തിമിനുക്കാൻ ആ ശില നിന്നുകൊടുത്തപ്പോൾ, വഴങ്ങിക്കൊടുത്തപ്പോൾ അത് പൂജ്യനായ ഒരു ശിലയായി മാറി, പൂജിക്കപ്പെടുന്ന ശ്രീകൃഷ്ണ രൂപമായി മാറി. ഇവിടെ ഈ ശില സ്വയം മാറ്റത്തിന് വഴങ്ങാൻ ഒരുമ്പെടാതിരുന്നപ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വെറും ഒരു ശിലയായി അവശേഷിച്ചതുപോലെ നമുക്കുമൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാകാൻ കഴിയട്ടെ. നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാതെ ചേർത്ത് വെച്ചിരിക്കുന്ന പല ഭാഗങ്ങളും ചെത്തി മിനുക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഉള്ളിലത്തെ ശ്രീകൃഷ്ണ വിഗ്രഹം നന്നായി ശോഭിക്കും. ഇനി നമ്മളിവിടെ പൂതനയുടെ കഥയിലും കാണുന്നത് അതുതന്നെയാണ്. സ്വയം മാറ്റത്തിന് ഇതുവരെ വിധേയമായില്ല. പക്ഷേ എപ്പോൾ ഭഗവാനോടൊരു സംഘമുണ്ടായോ, അപ്പോൾ ആവശ്യമില്ലാത്ത പാപങ്ങളൊക്കെ തന്നോട് ചേർത്ത് വെച്ചിരുന്ന പാപങ്ങളെ മുഴുവൻ ഭഗവാൻ ഇല്ലാതെയാക്കിയപ്പോൾ ഉള്ളിലുള്ള ആ ചൈതന്യം ഭഗവാനിലേക്ക് വന്ന് ലയിക്കുകയായി. സർവചരാചരങ്ങളിലും ഈ ഒരു ചൈതന്യം നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനൊക്കെ ആ ഭാവത്തിലും രൂപത്തിലും സൃഷ്ടിയുണ്ടായത്. ആ ചൈതന്യമില്ലാത്ത യാതൊന്നും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതിനെ പൊതിയുന്ന, ആ ചൈതന്യത്തെ ബാഹ്യമായി മറയ്ക്കുന്ന പലതും, പല ഭാഗങ്ങളും ഓരോ സൃഷ്ടിയോടുമൊപ്പം ചേർക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് അത്
അടർത്തി മാറ്റാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ആ ചൈതന്യം പൂർണ്ണമായും ശോഭിക്കാതെ പോകുന്നത്, അഥവാ അതിൻ്റെ ശോഭ പുറത്തുള്ളവർക്ക് അറിയാൻ കഴിയാതെ പോകുന്നത്. അങ്ങനെ തന്നിലെ അനാവശ്യമായ എല്ലാ ഭാവങ്ങളും മാറ്റിക്കഴിയുന്നത് കൊണ്ടാണ് ചില സുഹൃതികൾ എല്ലാവരാലും ബഹുമാനിതമായ ഒരു ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരുന്നത്, യോഗി വര്യന്മാരായി മാറുന്നത്, സന്യാസി ശ്രേഷ്ഠന്മാരായി മാറുന്നത്, ജ്ഞാനികളായി മാറുന്നത്. തൻ്റെ ഉള്ളിലെ ഈ ഭാവപകർച്ചകളെയൊക്കെ നമ്മൾ ഒഴിവാക്കി തുടങ്ങുമ്പോൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യം മറനീക്കി പുറത്തേക്ക് വരും. ഇപ്പോൾ പൂതനയിലും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വിബുദ്ധ്യതാം ബാലകമാരികാഗ്രഹം ചരാചരാത്മാസ നിമീലിതേക്ഷണ അനന്തമാരോപയദംഗമന്തകം യഥോരകം സുപ്തമബുദ്ധിരജ്ജുധീം. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ രണ്ടാമത്തെ വരിയിൽ ചരാചരാത്മാസയാണ് അവിടെ അകാരം നീട്ടിയെടുക്കുക. ചരാചരാത്മാസ നിമീലിതേക്ഷണ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ നിർത്തണം. തന്നെയല്ല പലപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ നിമീലിതേക്ഷണ, ആ കായും ഷായും ശരിക്ക് കേൾക്കത്തക്ക വിധത്തിൽ വായിക്കുക. പലപ്പോഴും ഷാ മാത്രമാണ് പലരും വായിക്കുമ്പോൾ വരാറുള്ളത്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വരി, മൂന്നാമത്തെ വരി ചേർത്ത് തന്നെ വായിക്കുക. അനന്തമാരോപയദംഗമന്തകം, അവിടെയും അനന്തം ആരോപയതാണ്. അപ്പം മായ്ക്ക് അകാരം നീട്ടിയെടുത്ത് വായിക്കുക. അടുത്തത് ആരോപയത അംഗം, ദായ്ക്ക് അകാരം കൊടുക്കുക. അടുത്ത അംഗമന്തകം, മായ്ക്കും അകാരം കൊടുക്കുക. അംഗം അന്തകം. പിന്നെ അടുത്തത് നാലാമത്തെ വരിയിൽ സുപ്തം അബുദ്ധിരജ്ജുധി, മായ്ക്ക് അകാരം കൊടുക്കുക. അബുദ്ധിയാണ്. ഇനിയും അതിലെ പദങ്ങളുടെ അന്വയക്രമത്തിലുള്ള വിന്യാസം കൂടി നമുക്കൊന്ന് നോക്കാം. ചരാചരാത്മാ താം ബാലകുമാരികാഗ്രഹം വിബുദ്ധ്യ നിമീലിതേക്ഷണഃ ആസ അനന്തം അന്തകം അബുദ്ധി സുപ്തം ഉരകം രജ്ജുധീ യഥാ അംഗം ആരോപയത്. ഒന്നുകൂടി പറയാം. ചരാചരാത്മാ താം ബാലകുമാരികാഗ്രഹം വിബുദ്ധ്യ നിമീലിതേക്ഷണഃ ആസ അനന്തം അന്തകം അബുദ്ധി സുപ്തം ഉരകം രജ്ജുധീ യഥാ അംഗം ആരോപയത്. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്കൊന്ന് വിചാരം ചെയ്യുവാനുള്ളത്. ഹരേ കൃഷ്ണ.